നമസ്കാരം. CPO WCPO പരീക്ഷകളുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂൺ മാസം 20-ാം തീയതി 2026 ജൂൺ മാസം 20-ാം തീയതിയാണ് CPOയുടെയും WCPOയുടെയും പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിലബസ് പരിശോധിക്കാം. പുതിയ സിലബസ് വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് എത്ര പേരാണ് കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ളത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തത് എത്ര പേരാണ് എന്ന് നോക്കാം. അതിൽ വ്യുമൻ പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിൽ സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആണ്. 1,23,129 പേർക്കാണ് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുക. അതായത് അപ്ലൈ ചെയ്ത അത്രയും പേരാണ്. അതിൽ എത്ര പേരാണ് കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് പിന്നീട് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. 20-ാം തീയതിയാണ് പരീക്ഷ നടക്കാനായിട്ട് പോകുക. ഇനിയും തിരുവനന്തപുരം ആണെങ്കിൽ അല്ലെങ്കിൽ SAP ആണെങ്കിൽ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ SAP ആണെങ്കിൽ 18,874 പേരാണ് കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ളത്. നമ്മുടെ പത്തനംതിട്ട KP3 ആണെങ്കിൽ 13,024 പേരാണ് കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ളത്. ഇടുക്കി അല്ലെങ്കിൽ KP5 ആണെങ്കിൽ 9,744 പേരാണ് കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ളത്. അതിനുശേഷം എറണാകുളം ജില്ല KP2 അല്ലെ, ആ ഒരു ഭാഗം വരുന്നത് 13,147 പേരാണ്. അതേപോലെ തൃശ്ശൂർ ആണെങ്കിൽ 12,702 പേരാണ്. മലപ്പുറം അല്ലെങ്കിൽ MSP 18,068 പേരാണ് കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ളത്. കാസർഗോഡ് 11,918 പേരാണ് കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ളത്. അപ്പൊ ഇത്രയും പേരെയാണ് ഈ എക്സാമിന് CPO എക്സാമിന് പ്രതീക്ഷിക്കുന്നത്. ഇത് കൺഫർമേഷൻ എത്ര പേര് കൊടുക്കുമെന്നുള്ള ഡേറ്റ പിന്നീടാണ് അറിയാൻ കഴിയുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സിലബസ് ഒന്ന് പരിശോധിക്കാം. സിലബസ് പരിശോധിക്കുമ്പോൾ നോർമൽ വരുന്നത് പോലെ തന്നെ ചരിത്രത്തിൽ നിന്ന് 5 മാർക്കിനാണ് ചോദ്യങ്ങൾ വരിക. ചരിത്രം, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതേപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി, ഇതിൽ 3-ൽ നിന്നും 5 മാർക്കാണ് വരിക. ഭൂമിശാസ്ത്രം 5 മാർക്കാണ്. ധനതത്വശാസ്ത്രം 5 മാർക്കാണ്. ഈ 3 ടോപ്പിക്കുകളിൽ നിന്നായിട്ട് 15 മാർക്കുണ്ട്. പിന്നീട് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് 8 മാർക്കുണ്ട്. കുറച്ചുകൂടി കോർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇന്ത്യൻ ഭരണഘടന. 8 മാർക്കിന്റെ ടോപ്പിക്കാണ്. ഇനി കേരളവും ഭരണ സംവിധാനവും ആണെങ്കിൽ 3 മാർക്കാണ്. ജീവശാസ്ത്രം 4 മാർക്ക്, ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കലാകായികം സംസ്കാരമാണെങ്കിൽ അവിടുന്ന് 4 മാർക്കാണ്. ഇവിടുന്ന് കുറച്ച് ചോദ്യങ്ങൾ കറണ്ട് അഫെയർ ആയിട്ട് കൂടി എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് 10 മാർക്കുണ്ട്. ഇനി മാത്സ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്ക്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രം നമുക്ക് നോക്കിയാൽ കേരള ഹിസ്റ്ററി, നമ്മുടെ യൂറോപ്യന്മാരുടെ വരവ് തൊട്ട് 1956 ശേഷമുള്ള കേരള ചരിത്രം വരെ ചോദിക്കും. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ഒന്നാണ് ട്രാവൻകൂറിന്റെ ചരിത്രം അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെയുള്ള ചരിത്രം ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ ചോദ്യമാണ്. ഐക്യ കേരള പ്രസ്ഥാനം ചോദ്യമാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗമാണ്. ഇനി ഇന്ത്യൻ ചരിത്രത്തിലേക്ക് വന്നാലോ, അവിടെ 1-ാം സ്വാതന്ത്ര്യ സമരം റിപ്പീറ്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചോദ്യം വരാം. സ്വദേശി പ്രസ്ഥാനവും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഒക്കെ സ്ഥിരം ചോദ്യമാണ്. ഇന്ത്യയുടെ സ്വതന്ത്രാനന്തര കാലഘട്ടവും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയുമായിട്ടുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ എന്താണ് ചോദ്യങ്ങളാണ്. ഇതൊക്കെ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ്. ലോക ചരിത്രത്തിലേക്ക് വരുമ്പോൾ എല്ലാ വിപ്ലവങ്ങൾക്കും തുല്യ പ്രാധാന്യം വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി ഭൂമിശാസ്ത്രത്തിലേക്ക് വന്നാൽ അവിടെയും 3 ഭാഗങ്ങളുണ്ട്. അതിലാദ്യം ഫിസിക്കൽ ജോഗ്രഫിയാണ്. ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ ഭൂമിശാസ്ത്രപരമായ ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകള്, ഭൗമോപരിതലം, ആഗോളതാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അന്തരീക്ഷം, മർദ്ദം, കാറ്റ്, താപനില, ഋതുക്കൾ, ആഗോള പ്രശ്നങ്ങൾ, ഇതൊക്കെ ചോദ്യമായിട്ട് വരുന്നതാണ്. ഇനി നോക്കിയാൽ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖല, നദികള്, അതേപോലെ തന്നെ ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇതൊക്കെ ചോദ്യമായിട്ട് വരാം. കേരളവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതേപോലെ തന്നെ കേരളം, വിവിധ ജില്ലകൾ, കേരളത്തിലെ വിവിധ നദികൾ, കാലാവസ്ഥ, കാർഷിക മേഖല, ഇതൊക്കെ ചോദ്യമായിട്ട് വരുന്നതാണ്. ധനതത്വശാസ്ത്രം ആക്ച്വലി 5 മാർക്ക് ആണെങ്കിലും ഏറ്റവും കുറച്ച് പഠിച്ച് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇതിൽ കാർഷിക വിളകളും ധാതുക്കളും ആക്ച്വലി ജോഗ്രഫിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഭാഗമാണ്. ബാക്കി ടോപ്പിക്കുകൾ പ്യുവർ ആയിട്ട് എക്കണോമിക്സിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. ഉറപ്പായിട്ടും 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് എക്കണോമിക്സ്. ഇനി ഭരണഘടനയും അതേപോലെ തന്നെയാണ്. കാരണം 8 മാർക്കിന്റെ ടോപ്പിക്കാണ്. പക്ഷെ കുറച്ച് മാത്രം പഠിച്ചാൽ മതി. അതിൽ ഒരു ടോപ്പിക്ക് പോലും നമുക്ക് മിസ് ചെയ്യാൻ കഴിയില്ല. എക്കണോമിക്സ് പോലെ തന്നെയാണ്, ഒരു ടോപ്പിക്ക് നമുക്ക് മിസ് ചെയ്യാൻ കഴിയില്ല. ഉറപ്പായും നമുക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് ഭരണഘടന. ഇനി കേരളവും ഭരണ സംവിധാനത്തിലേക്ക് വന്നാൽ ആക്ച്വലി 3 മാർക്കേ ഉള്ളൂ. ഇത് കുറച്ച് സെലക്റ്റീവ് ആയിട്ട് പഠിക്കുന്നതാണ് നല്ലത്. സംസ്ഥാന സിവിൽ സർവീസും ഭരണഘടനാ സ്ഥാപനങ്ങളും വിവിധ കമ്മീഷനുകളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഒരു സംശയം വേണ്ട. അവിടുന്ന് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പിന്നീട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റിയും തണ്ണീർത്തട സംരക്ഷണവുമാണ്. ബാക്കി ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കാം.
ഒരുപാട് അങ്ങ് സ്ട്രെയിൻ കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. ബയോളജിയും അതേപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും അധികം സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം അവിടുന്നൊക്കെ കുറച്ചുകൂടി അകത്തോട്ട് കയറിയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, SCRT ബേസ് ചെയ്ത ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആ ഭാഗങ്ങൾ പഠിക്കാം. കലാ കായിക സംസ്കാരം 4 മാർക്കാണ്. അതിലൊരു 2 മാർക്കെങ്കിലും കറണ്ട് അഫെയറിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ അതേപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ 10 മാർക്കാണ്. മാത്സ് 5 മാർക്ക്. നമ്മുടെ ലോജിക്കലായിട്ട് വരുന്ന റീസണിങ് ഭാഗം 5 മാർക്കാണ്. ഇംഗ്ലീഷ് 10 മാർക്കുണ്ട്. മലയാളവും 10 മാർക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്കറിയാം. സ്പെഷ്യൽ ടോപ്പിക്കിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ BNSൽ നിന്ന് 4 മാർക്കിന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ വരുന്ന മറ്റൊരു ഭാഗമാണ് നമ്മുടെ പാർട്ട് 3 ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. അവിടുന്ന് 3 മാർക്കാണ് പ്രധാനമായിട്ടും വരിക. BNSSൽ നിന്ന് 3 മാർക്ക് വരാം. ദെൻ അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ BS എന്ന് പറയുക, അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്ന് പറയുക. അവിടുന്ന് 2 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. പിന്നീട് കേരള പോലീസ് ആക്ട് 3 മാർക്കിന് വരാം. അതേപോലെ NDPS നമ്മുടെ നർക്കോട്ടിക്സ് ഡ്രഗ് മായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം 2 മാർക്ക് വരാം. നമ്മുടെ IT ആക്ടുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ വരാം. റൈറ്റ് ടു ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ വരാം. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഓൾറെഡി നമ്മുടെ ബാച്ചിൽ കുറെ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ ഓപ്പറേഷൻ കാക്കി ചാപ്റ്റർ 2 എന്ന് പറയുന്ന ഒരു ബാച്ച് അവൈലബിൾ ആണ്. ഇനിയുള്ള സമയം കൃത്യമായിട്ട് പഠിച്ചു പോകാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. അല്ലെങ്കിൽ 8281223366 ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് പഠിച്ചോ. എത്രത്തോളം ആത്മാർത്ഥമായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇനിയുള്ള സമയം പഠിച്ചോ. ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. പരമാവധി ചോദ്യങ്ങൾ ചെയ്ത് ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ക്ലാസ്സിൽ കാണാം.